മുഖ്യമന്ത്രി ഔട്ട്ഡേറ്റഡ് ആണ്. മുഖ്യമന്ത്രി കാലഹരണപ്പെട്ട ഒരു ഭരണാധികാരിയാണെന്നാണ് അദ്ദേഹം ഈ മറുപടിയിലൂടെ തെളിയിക്കുന്നത്. ഞങ്ങൾ എന്തുകൊണ്ടാണ് കേരളയിൽ എതിർത്തത്? 300 കിലോമീറ്റർ ദൂരം 30 അടി ഉയരത്തിലുള്ള എംബാങ്ക്മെന്റാണ്. അത്ര ഉയരത്തിലാണ് ഇത് പോകുന്നത്, കെട്ടിപ്പൊക്കമാണ്. അത് ആ കേസിലും അതിജീവിതയ്ക്കൊപ്പമാണ്. പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പിണറായി വിജയൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്, ദേശാഭിമാനി തന്നെ, ഞങ്ങൾക്ക് ഒരു അകൽച്ചയില്ല ജമാഅത്ത് ഇസ്ലാമിൽ. അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. പാർട്ടി നടപടിയെടുത്തില്ലെങ്കിൽ ആ പാർട്ടി ആളുകൾ പറയും അയ്യപ്പൻ്റെ സ്വർണം കവർന്നവൻ ഇപ്പോഴും പാർട്ടിക്കാരനാണ്, CPM-കാരനാണ്. അയ്യപ്പൻ്റെ സ്വർണം കവർന്ന, സ്വർണ്ണ കൊള്ള നടത്തിയത് ഒരു മെയിൻ സ്ട്രീം ലീഡർഷിപ്പിലേക്ക് വന്നിട്ടുള്ള സമരം നിങ്ങൾ നോക്കൂ. ഞാൻ അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്ന മറുപടിയിൽ ഓരോ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുകയും ഞാൻ അതിനുള്ള എൻ്റെ മറുപടി ഞാൻ എല്ലാത്തിനും മറുപടി നൽകുകയുണ്ടായി. പിന്നെ എന്തുകൊണ്ടാണ് അക്കമിട്ടുള്ള മറുപടി കൊടുത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് എന്ന് തീർച്ചയായിട്ടും എനിക്ക് വ്യക്തമാകുന്നില്ല. പിന്നെ നമ്മൾ ചില കാര്യങ്ങളിൽ സമരം ചെയ്തത് കാലാവസ്ഥാ വ്യതിയാനം മൂലം നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന മാറ്റങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിനെതിരായ ഞങ്ങളുടെ സമരം പാരിസ്ഥിതികമായ പ്രത്യാഘാതമാണ്. അതുപോലെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിലും തീരപ്രദേശത്തുമാണ് ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകേണ്ട സ്ഥലങ്ങൾ. 195 രാജ്യങ്ങൾ ചേർന്ന് തയ്യാറാക്കിയ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള റിപ്പോർട്ടും അതിന്മേൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ കൊണ്ടുവന്ന അനാലിസിസും നിയമസഭയിൽ കൊണ്ടുവന്ന പ്രതിപക്ഷമാണ്. ഞങ്ങളപ്പോൾ ഈ കേരളയിൽ കൊണ്ടുവരാൻ സമയത്തും വയനാട് തുരങ്കപാതയുടെ സമയത്തും തീരദേശ പാതയുടെ സമയത്തും കൃത്യമായ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണം. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഘടകമാണ്. ഇപ്പോൾ ഹൈവേ പണിയുമ്പോൾ കംപ്ലീറ്റ് തകർന്നു വീഴുന്നത് എന്താ? കേരളത്തിൻ്റെ ഒരു സോയിൽ സ്ട്രക്ചറും കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനവുമായി കൂടിച്ചേരണം. മുഖ്യമന്ത്രി ഔട്ട്ഡേറ്റഡ് ആണ്. മുഖ്യമന്ത്രി കാലഹരണപ്പെട്ട ഒരു ഭരണാധികാരിയാണെന്നാണ് അദ്ദേഹം ഈ മറുപടിയിലൂടെ തെളിയിക്കുന്നത്. ഇന്ന് ലോകത്തെല്ലായിടത്തും പ്രത്യേകിച്ച് കേരളം പോലെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും പെട്ടെന്നുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു വിക്ടിം ഏരിയയാണ്, ഇരയായി മാറാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. അതാണ് വിഴിഞ്ഞം തുറമുഖം വന്നപ്പോൾ അതിൻ്റെ ഈ ഡെവലപ്മെൻറ്റിൻ്റെ വികസനത്തിൻ്റെ ഇരകൾ ഉണ്ടാകും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ 472 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് പുനരധിവാസത്തിന് വേണ്ടി വെച്ചത്. അപ്പോൾ ഏത് വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഈ കാലാവസ്ഥാ വ്യതിയാനം പ്രധാന ഘടകമായി എടുത്തില്ലെങ്കിൽ കേരളത്തിൽ അപകടം ഉണ്ടാവും. ഞങ്ങൾ എന്തുകൊണ്ടാണ് കേരളയിൽ എതിർത്തത്? 300 കിലോമീറ്റർ ദൂരം 30 അടി ഉയരത്തിലുള്ള എംബാങ്ക്മെൻറ്റാണ്. അത്ര ഉയരത്തിലാണ് ഇത് പോകുന്നത്, കെട്ടിപ്പൊക്കമാണ്. അല്ല, KPCC പ്രസിഡന്റ് അങ്ങനെയല്ല പറയുന്നത്. KPCC പ്രസിഡന്റ് പറഞ്ഞത് അതൊരു വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെൻ്റ് ആണെന്ന്. അതിലെന്താ തെറ്റ്? ഞാനത് വായിച്ചാണ്, നന്നായിട്ടൊരു ലീഗൽ ഡ്രാഫ്റ്റിംഗ് ഉണ്ട് ആ കംപ്ലൈൻറ്റിൽ. ഇപ്പോൾ ഞാൻ അഭിഭാഷകനാണ്, KPCC പ്രസിഡന്റ് അഭിഭാഷകനാണ്. അഭിഭാഷകനായ ഞാൻ ഒരു കാര്യത്തിൽ പരാതി കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലിനെ കൊണ്ട് ജയിപ്പിക്കുള്ളൂ, ഞാൻ തന്നെ ഡ്രാഫ്റ്റ് ചെയ്യില്ല. കാരണം അത് വെൽ ഡ്രാഫ്റ്റഡ് ആവണം. നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ ആ പെൺകുട്ടി ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പരാതി കൊടുത്താലും ഒരു തെറ്റുമില്ല. കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കണമെന്നാണ്. അങ്ങനെ കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള പരാതിയാണെന്ന് പറഞ്ഞാൽ അതൊരു ഒഫൻസൊന്നും അല്ലല്ലോ. ആണോ? ഒഫൻസൊന്നും അല്ലല്ലോ. നമുക്ക് ഒരു പരാതി, ഞാൻ എത്രയോ പരാതികൾ തയ്യാറാക്കിയിരിക്കുന്ന ആളാണ്, അഭിഭാഷകൻ എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും. എൻ്റെ ഒരു സ്വന്തം പരാതി ഞാനിപ്പോൾ കടകംപള്ളി സുരേന്ദ്രന് നോട്ടീസ് അയച്ചു. ഞാനല്ല അയച്ചത്, എൻ്റെ വക്കീലെ കൊണ്ടാണ് ഞാൻ അയപ്പിച്ചത്. കാരണം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന, ഇപ്പോൾ ഉള്ള നിയമപരമായ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ് അഭിഭാഷകൻ. ചിലപ്പോൾ ഒരു അഭിഭാഷകൻ്റെ സഹായം തേടി കാണും ആ കുട്ടി പരാതി കൊടുക്കാൻ നേരത്തെ. അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല അതിൻ്റെ അകത്ത്. ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല അതിൻ്റെ അകത്ത്. അല്ല, അത് കറക്റ്റ് ചെയ്യിപ്പിച്ചല്ലോ. അല്ല, അദ്ദേഹം കറക്റ്റ് ചെയ്തല്ലോ. ഞാൻ UDF ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പറവൂരിൽ വെച്ച് അന്ന് ഇലക്ഷൻ വോട്ടിംഗ് ചേർന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. കാരണം അത് അപ്പീൽ പോകേണ്ട കേസാണ്. കാരണം പ്രോസിക്യൂഷൻ കേസ് പരാജയപ്പെട്ടാണ്. പകുതി പരാജയപ്പെട്ടു, പകുതി പേരെ കൺവിക്ട് ചെയ്തു, പകുതി പരാജയപ്പെട്ടു. അപ്പോൾ പ്രോസിക്യൂഷൻ ഒരു സ്റ്റോറി ഉണ്ടാവും, പ്രോസിക്യൂഷൻ സ്റ്റോറി എന്നാണ്. ആ പ്രോസിക്യൂഷൻ കേസ് പകുതി പരാജയപ്പെട്ടപ്പോൾ പരാജയപ്പെട്ട ഭാഗം കറക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം. അതൊരു സ്വാഭാവികമായ നടപടിയാണ്, അത് പോരെന്ന് പറയാൻ പാടില്ല. അത് UDFൻ്റെയും കോൺഗ്രസിൻ്റെ നിലപാട് കൂടി ചേർന്നാണല്ലോ UDFൻ്റെ നിലപാട്. KPCC പ്രസിഡന്റ്
ഞാനും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേറെ സ്റ്റാൻഡ് UDF-നും ഇല്ല, കോൺഗ്രസിനും ഇല്ല. ഞങ്ങൾ ആ കേസിലും അതിജീവിതയ്ക്കൊപ്പമാണ്. പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതെല്ലാം ഞങ്ങൾ മറുപടി പറഞ്ഞാണ്. 42 കൊല്ലം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി തിരഞ്ഞെടുപ്പിനെ നേരിട്ട കക്ഷിയാണ് ഇടതുപക്ഷവും CPM-ഉം. 1977 മുതൽ ഈ ഗോവിന്ദൻ ഈ പ്രാവശ്യം ജയിച്ചത് വെച്ചിട്ടുള്ള എല്ലാ പ്രാവശ്യവും ME ഗോവിന്ദൻ നിയമസഭയിലേക്ക് വന്നതും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടിയാണ്. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയാണ്. വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊക്കെ തെറ്റ്. 42 വർഷം CPM-ന് ആ പിന്തുണ സ്വീകരിക്കുക. ഞങ്ങളവരെ കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് ഞാൻ നല്ല മറുപടി കാണിച്ചല്ലോ. അന്നത്തെ അമീറുമായിട്ട്, ഈ സമീപകാലത്തെ അമീറാണ്, തൊട്ട് മുമ്പിലുള്ള അമീർ, ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ലീഡർഷിപ്പിലുള്ള ആളാണ്. അദ്ദേഹത്തെ നേരിട്ട് പോയി അദ്ദേഹമായിട്ട് കണ്ട് സംസാരിച്ചതിൻ്റെ ഫോട്ടോ ഞാൻ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി സമ്മതിച്ചല്ലോ. ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം സമ്മതിച്ചല്ലോ. എത്രയോ പ്രാവശ്യം ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനമായ ഹിറ സെൻറ്റർ സന്ദർശിച്ചിട്ടുള്ള ആളാണ് ഈ പിണറായി വിജയൻ. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ ഈ രേഖകളൊന്നും ഞങ്ങളുടെ നിന്നും ഉണ്ടാവില്ലെന്ന് അദ്ദേഹം വിചാരിച്ചത്. ദേശാഭിമാനി 2016 മുഖപ്രസംഗം എഴുതിയതും ഞാൻ വായിച്ചല്ലോ അന്ന് ഭംഗിയായിട്ട്. ഞങ്ങൾക്ക് അഭിമാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ അഭിമാനിക്കുന്നു. പിണറായി വിജയൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് ദേശാഭിമാനി തന്നെ. ഞങ്ങൾക്ക് ഒരു അകൽച്ചയില്ല ജമാഅത്ത് ഇസ്ലാമിയായിട്ട്. അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസ്സിന് എതിരായി ജമാഅത്ത് ഇസ്ലാമി നിലപാടെടുക്കാൻ കാര്യം കോൺഗ്രസ്സിന് സാമ്രാജ്യത്വ ദാസ്യമാണ് എന്നാണ് പറഞ്ഞത്. പിണറായി വിജയനും CPM-ഉം പറഞ്ഞത്. അതായത് ഞങ്ങൾ ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ അമേരിക്കയുടെ കൂടെ, അമേരിക്കയായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടല്ലോ. അപ്പോൾ അത് ആ മുതലാളിത്ത ദാസ്യം, അമേരിക്കൻ വിധേയരായിട്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർ പ്രവർത്തിക്കുന്നുണ്ട്. CPM-ന്, സാമ്രാജ്യത്വ വിരോധികളായ CPM-ന് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ എന്നൊക്കെയാണ് അത് യജമാനന്ദ എഴുതി വെച്ചേക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ പരിഹാസ്യരായിരുന്നു. ഇതെന്താ പറയുക, ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഈ പ്രിൻ്റ് മീഡിയ മാത്രമുള്ള സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് അയ്യോ പിന്നെ വേണമെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ നിഷേധിക്കാം, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് പറയാം. ഇപ്പം ഞാൻ ഒരു 5 കൊല്ലം മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാനിപ്പോൾ പറയുന്നതും ഇപ്പോഴും ഞാൻ 5 കൊല്ലം മുമ്പ് പറഞ്ഞത് അതുപോലെ നിങ്ങൾ കാണിക്കും. അതിൻ്റെ വിഷ്വലൊക്കെ നിങ്ങളുടെ ലൈബ്രറിയിലില്ലേ? കാലം മാറിയത് അറിയണം. നമ്മൾ കാലഹരണപ്പെട്ടു പോകരുത്. പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും അതറിയണം. പഴയ എല്ലാ സാധനവും ഞങ്ങൾ പതുക്കെ കൊണ്ടുവന്നുതരാം. ഒരുപാട് സാധനം ഞങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ട്. പണ്ട് അവിടെ പോയത്, അവിടെ വിസിറ്റ് ചെയ്തത്, അവർക്ക് അനുകൂലമായി സംസാരിച്ചത്, ഇതൊക്കെ. അപ്പോൾ പറയുമ്പോൾ സൂക്ഷിച്ച് നമ്മൾ സംസാരിക്കണം. അബദ്ധം പറയാതിരിക്കാൻ ശ്രമിക്കണം. പണ്ടാണ് ഇത് മാറ്റി പറയാം. ഈ പ്രിൻ്റ് മീഡിയ ഉള്ള കാലത്ത് അവരെന്ത് ചെയ്യും? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊരാൾ പറഞ്ഞത് എന്ത്? ഇപ്പോൾ അതല്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ റെക്കോർഡല്ലല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ലൈബ്രറി ഉണ്ട്, നല്ല ലൈബ്രറി ഉണ്ട്. ഞാൻ ഈ പറയുന്നതൊക്കെ ഇതിന് ഇപ്പോൾ വിരുദ്ധമായിട്ട് ഞാനൊരു 5 കൊല്ലം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞത് അന്ന് പറവൂരിലെ വീട്ടുമുറ്റത്ത് വെച്ചിട്ട് അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരു അടിക്കുറിപ്പൊക്കെ ആയിട്ട് രാത്രി 1 മണിക്കൂർ ചർച്ചയ്ക്കുള്ള സ്കോപ്പുണ്ട് 5 കൊല്ലം കഴിയുമ്പോൾ. ഇപ്പോൾ പറഞ്ഞത് ഞാൻ തിരുത്തി പറഞ്ഞത് അതൊക്കെ മറന്നു പോകണം. ഇവർ ഈ പഴയ കാലത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നില്ല. അതാണ് ഇവരുടെ പ്രശ്നം. അതവർക്ക് തോന്നുമ്പോൾ എടുത്താൽ പോരല്ലോ. അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിന് ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിച്ച് കോടതിയുടെ മുമ്പേ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്ത് വീണ്ടും ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ആ ബെയിലും തള്ളി വീണ്ടും രണ്ടാമതൊരു കവർച്ച കേസ് കൂടി വന്നു. ആ കവർച്ച കേസിൽ കൂടി പ്രതിയായി നിൽക്കുന്ന ആൾക്കെതിരെ പാർട്ടി നടപടിയെടുത്തില്ലെങ്കിൽ ആ പാർട്ടി ആളുകൾ പറയും അയ്യപ്പൻ്റെ സ്വർണം കവർന്നവൻ ഇപ്പോഴും പാർട്ടിക്കാരനാണ്, CPM-കാരനാണ്. അയ്യപ്പൻ്റെ സ്വർണം കവർന്നവൻ, സ്വർണ്ണ കൊള്ള നടത്തിയവർ. എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? അവർ വേറെ മൊഴി കൊടുക്കും. വേറെ CPM നേതാക്കളുടെ പേര് പറയുന്നുള്ള ഭയം കൊണ്ടാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു നേതാവും കൈപ്പത്തി ചിഹ്നത്തിൽ പറവൂർ മത്സരിക്കാനുള്ള ഞാൻ വെല്ലുവിളിക്കുന്നു. വെല്ലുവിളിക്കുന്നു. ഏതെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ ഒരാളും പറവൂരിൽ മത്സരിക്കുന്നില്ല. പറവൂർ കോൺഗ്രസ് പശ്ചാത്തലമുള്ളവരല്ലാത്ത ഒരാളും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല. അതൊന്നും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളൊന്നും
ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാം കോൺഗ്രസ് പശ്ചാത്തലമുള്ള അല്ലാത്ത ഒരാളും മത്സരിക്കുന്നില്ല. ഇല്ല, ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തില് കോൺഗ്രസിന്റെ പത്രിക തള്ളിപ്പോയിരുന്നു. അവിടെയുള്ളത് SDPI, NDA, CPI സ്ഥാനാർത്ഥികളാണ്. അവിടെ നിഷ്പക്ഷ നിലപാടാണ് അങ്ങനെയുള്ള സ്ഥലത്ത്. കടമക്കുടിയിലും ഇതാണ്, ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളാണ് അവിടെ. അല്ല, ഗവർണറും ഗവൺമെൻറ്റും തമ്മിലുള്ള ഈ തർക്കം കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായി. 9 സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല. അനിശ്ചിതത്വമാണ്, യൂണിവേഴ്സിറ്റി തലപ്പത്ത് അനിശ്ചിതത്വമാണ്. ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇടയ്ക്കിടയ്ക്ക് പഴയ ഗവർണറുള്ളപ്പോൾ ഇടയ്ക്ക് സെറ്റിൽമെൻറ്റ് നടത്തും, വീണ്ടും ഇടയ്ക്ക് വഴക്കിടും. ഗവൺമെൻറ്റിനെതിരായിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആ ഗവർണറും ഗവൺമെൻറ്റും തമ്മിലുള്ള പ്രശ്നമാകും. ഗവൺമെൻറ് പ്രതിക്കൂട്ടിലാക്കുമ്പോൾ നേരത്തെയുള്ള ഗവൺമെൻറ്റിന് അനുകൂലമായിരുന്നു, ശരിക്കും എതിർപ്പാണെന്ന് കാണിക്കുമെങ്കിലും ഗവൺമെൻറ് ഇതാകുമ്പോൾ ഇത് തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ടത്. സുപ്രീം കോടതി വരെ പോയ കേസല്ലേ, സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് തീരുമാനിക്കേണ്ടത്. അല്ലല്ല, അതിൻ്റെ അകത്ത് ഞാൻ KPC പ്രസിഡന്റ് പറഞ്ഞത് ഒരു വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെൻ്റ് ആയിരിക്കണം ആര് പരാതി കൊടുത്താലും. അത് ഒരു തെറ്റല്ല, ഞാൻ കരുതുന്നില്ല. ഒരാളും അങ്ങനെ നമ്മൾ ഇത്തരം പരാതികൾ കൊടുക്കുമ്പോൾ നമ്മൾ മുൻവിധിയോടുകൂടി സംസാരിക്കരുത്. അത് പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥകൾ പറയട്ടെ. അതൊക്കെ കോടതി നിരവധി വിധികളിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി താമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താമസം ഉണ്ടായതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നൊക്കെ പോലീസ് അന്വേഷിച്ച് കോടതിയുടെ മുമ്പാകെ പറയേണ്ട കാര്യങ്ങളാണ്. താമസം ഉണ്ടായി എന്നോർത്ത് 2 കൊല്ലം മുമ്പ് നടത്തിയ ഒരു ഒഫൻസ് അല്ലാതാവുന്നില്ല. ഏത് ഒഫൻസാണെങ്കിൽ, ഞാൻ ഈ കേസ് മാത്രം പറഞ്ഞതല്ല, ജനറലായിട്ട് പറഞ്ഞതാണ്. പണ്ട് നടത്തിയ ഒരു ഒഫൻസാണ്. പണ്ട് നമ്മളൊരാളെ കൊന്നു 5 കൊല്ലം മുമ്പ്. ഇപ്പോഴാണ് പരാതി വന്നത്. അതുകൊണ്ട് അത് ഒഫൻസ് അല്ലാതാവും. എന്ത് കുറ്റകൃത്യം ചെയ്താലും അത് എന്നും കുറ്റകൃത്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് വൈകിയതെന്നുള്ളത് അവരുടേതായ കാരണങ്ങളുണ്ടാകും. അത് അന്വേഷിക്കണം. അത്രയേ ഇല്ല. അല്ല, ഞാൻ ആരെ വെല്ലുവിളിക്കാറില്ല സാധാരണ. ഒരാളെ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഒരാളെ വിളിച്ചില്ല. പക്ഷെ സംവാദങ്ങൾ നല്ലതാണ്. ജനാധിപത്യത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കും എന്നുള്ള അഭിപ്രായക്കാരനെ. സംവാദങ്ങൾ നല്ലതാണ്, നല്ല രീതിയിലുള്ള സംവാദങ്ങൾ. പക്ഷെ ഇതുപോലെ മറുപടി കൊടുത്ത് എല്ലാ പത്ര ഓഫീസിലും എല്ലാ മാധ്യമങ്ങൾക്കും നമ്മൾ മറുപടി കൊടുത്തിട്ട് അക്കമിട്ട മറുപടി തന്നില്ല എന്ന് പച്ചക്കള്ളം FBയിൽ എഴുതി വയ്ക്കുന്ന ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് ഞാൻ എന്താ പറയാനുള്ളത്? ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ കോപ്പി ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിച്ച ചോദ്യം ഞാൻ ആദ്യം എഴുതുക, എന്നിട്ട് എനിക്കുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി എഴുതുക. അങ്ങനെ അദ്ദേഹത്തിന് ആ മറുപടി ഞാൻ അയച്ചു. അദ്ദേഹം വായിച്ചിട്ടില്ല. അത് അവിടെ ഓഫീസിലിരിക്കണ ആരാണ്ട് എഴുതി വെച്ചാൽ എനിക്കും വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അല്ല, മുഖ്യമന്ത്രി ഇതുപോലൊരു നിലവാരം കുറഞ്ഞ മറുപടി എഴുതുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടമല്ല. ഇതങ്ങനെ ചെയ്യില്ലെന്നാണ് എൻ്റെ വിചാരം. കരുതുന്ന അറിയില്ല. നമ്മളൊരു നിർദ്ദേശം അങ്ങനെ തന്നെ പോയിരിക്കും. ഇതൊരു പ്രത്യേകമായൊരു സാഹചര്യം ഒന്നല്ല. അപ്പോൾ ശരിയാണ്.